വളരെ കുറഞ്ഞ ചെലവില് ഒരു ദിവസം കൊണ്ട് നമ്മുടെ KSRTC ബസ് തെങ്കാശിക്ക് പോയി സൂര്യകാന്തി പാടവും തിരുമലക്കോവിലും ഒക്കെ തന്നെ കണ്ടുവന്നാലോ? നമ്മൾ കേരളത്തിന് എവിടെയായിരുന്നാലും തെങ്കാശി ന്യൂ ബസ് സ്റ്റാൻഡിൽ എത്തുക. ഇവിടെ നിന്ന് സൂര്യകാന്തി പാടം കാണാനായിട്ട് സുന്ദരവാണ്ടിപുരത്തേക്കിന് ഓരോ അരമുക്കാൽ മണിക്കൂറിലും ബസ്സുകളുണ്ട്. ദേ നമ്മൾ ഈ കാണുന്ന 31F ബസ് കയറിയ 12 രൂപ മുടക്കി സുന്ദരവാണ്ടിപുരത്തിന് ടിക്കറ്റ് എടുക്കുക. പോകുന്ന വഴിയില് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം സൂര്യകാന്തി പാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എവിടെ വേണേലും ഇറങ്ങി നമുക്ക് സൂര്യകാന്തി പാടം ആസ്വദിക്കാവുന്നതാണ്. ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാം. കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ തെങ്കാശിക്ക് വരിക. ഓരോ അരമുക്കാൽ മണിക്കൂർ കൂടുമ്പോഴും ഇവിടുന്ന് തെങ്കാശിക്ക് ബസ് ഉണ്ട്. 12 രൂപ മുടക്കി തെങ്കാശി ന്യൂ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഇനി പോകുന്നത് തിരുമല കോവിലേക്കാണ്. തെങ്കാശി ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്നും 15 രൂപയും അതുപോലെ തന്നെ ചെങ്കോട്ടയിൽ നിന്നും 12 രൂപയും മുടക്കി തിരുമല കോവിലെത്താം. തെങ്കാശി ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്നും അതുപോലെ തന്നെ ചെങ്കോട്ടയിൽ നിന്നും ധാരാളം ബസ്സുകളാണ് തിരുമല കോവിലേക്ക് സർവീസ് നടത്തുന്നത്. ഞാൻ തെങ്കാശി ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് 13 രൂപ മുടക്കി നമ്മുടെ KSRTC ബസ്സിൽ ചെങ്കോട്ടയിൽ ഇവിടുന്ന് ഓരോ അരമുക്കാൽ മണിക്കൂർ കൂടുമ്പോഴും തിരുമല കോവിലേക്ക് ബസ്സുണ്ട്. പ്രൈവറ്റ് ബസ്സും TNSTCയുടെ ബസ്സും ഒക്കെ തന്നെയുണ്ട്. അല്ലു അർജുന്റെ പുഷ്പ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ ഈ തിരുമല കോവിൽ. ഇവിടുത്തെ കാഴ്ചകൾ ആവോളം ആസ്വദിച്ച് 10 രൂപ മുടക്കി TNSTCയുടെ ബസ്സിൽ തിരിച്ച് ചെങ്കോട്ടയിൽ. ഇവിടുന്ന് ധാരാളം KSRTC ബസ്സുകളും TNSTC ബസ്സുകളും പുനലൂർക്കും പത്തനംതിട്ടയ്ക്കും കൊട്ടാരക്കരയ്ക്കും കൊല്ലത്തിനും കോട്ടയത്തിനും തിരുവല്ലയ്ക്കും ഒക്കെ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ബസ് ഓരോ 15 മിനിറ്റിലും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ പേടിക്കാൻ ഒന്നുമില്ല. സൂര്യകാന്തി പൂക്കളെ ഇനി അധികം ദിവസം ഇവിടെ ഉണ്ടാവില്ല. അപ്പോഴെങ്ങനെ നമുക്കൊന്ന് പോയി വന്നാലോ?